നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രനടയിലെ വൈജയന്തി കെട്ടിടത്തിൽ തീപിടുത്തം. ഇന്ന് രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ആരോഗ്യ വിഭാഗത്തിന്റെ സ്റ്റോർ റൂമിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ സ്റ്റോർ റൂമിൽ നിന്നും വലിയ തോതിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിൽ അരമണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. സ്റ്റോർ റൂമിലുണ്ടായിരുന്ന ബ്ലീച്ചിംഗ് പൌഡർ, സോപ്പ് പൊടി തുടങ്ങിയ ശുചീകരണ സാമഗ്രികളും ദേവസ്വം പ്രസിദ്ധീകരണങ്ങളും മരത്തിന്റെ മേശയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ലഹരി മാഫിയകളെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ നിയമപാലകർക്കൊപ്പം മുഴുവൻ ജനങ്ങളും അണിചേരണമെന്ന് മുൻ MP TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ അനേകം ജനകീയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കേരള ജനതയെ ഒന്നടങ്കം രക്ഷിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാനെന്നും TN പ്രതാപൻ പറഞ്ഞു. ലഹരി പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെട്ടവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ആഭ്യന്തര വകുപ്പിനെയും TN പ്രതാപൻ മുക്തകണ്ഠം പ്രശംസിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, PK രാജൻ, AT സ്റ്റീഫൻ മാസ്റ്റർ, KB ജയറാം, സിജു പാവർട്ടി, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ക്ലമൻ ഫ്രാൻസിസ്, ആൻഡോ ലിജോ, ഗ്രേസി ജേക്കബ്, പോഷക സംഘടനാ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടതാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോ ആയുർവേദ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹോമിയോ ആയുർവേദ സൌജന്യ ചികിത്സാ ക്യാമ്പുകളുടെ പെങ്ങാമുക്ക് മേഖലാതല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വാർഡ് മെമ്പർ സ്വപ്ന പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിരുന്ന PM അലി, സ്വീറ്റി ഷാജു, സന്ധ്യ ഷിബു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന കൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർ CK സദാനന്ദൻ മാസ്റ്റർ, ഡോക്ടർ നിഖിൽ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ സൌജന്യ മരുന്ന് വിതരണവും രക്തപരിശോധനയും നടത്തി. 4ാമത്തെ ക്യാമ്പ് പട്ടിത്തടം സ്വാഗത് ഓഡിറ്റോറിയത്തിൽ ജൂലൈ 21 നടക്കും. ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യവാരത്തിൽ പെരുന്തുരുത്തിയിൽ വിപുലമായിട്ടുള്ള ക്യാമ്പും സംഘടിപ്പിക്കും. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തെരുവ് നായ്ക്കളുടെയും പാമ്പുകളുടെയും ശല്യം മൂലം വ്യായാമം ചെയ്യാൻ എത്തുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം രൂക്ഷമായതിനെ തുടർന്ന് നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ BJP കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സീനിയർ ഗ്രൗണ്ടിൽ നടപ്പാതയിൽ നടക്കാൻ സാധിക്കാത്ത വിധത്തിൽ പുല്ല് വളർന്നിരിക്കുകയാണ്. ഇതുമൂലം രാവിലെയും വൈകിട്ടും നടക്കാൻ എത്തുന്നവർ പാമ്പിനെ പേടിച്ചാണ് വ്യായാമം ചെയ്യുന്നത്. പുലർച്ചെയും വൈകുന്നേരങ്ങളിലും ഇരുട്ടായതിനാൽ വെളിച്ചത്തിനായി ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കണമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് പറഞ്ഞു. BJP മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, മുനിസിപ്പൽ ജില്ലാ സെക്രട്ടറി രേഷ്മ സുനിൽ, മണ്ഡലം ഭാരവാഹികളായ വിഗീഷ് അപ്പു, ഷൈനി കാർത്തികേയൻ, ഷജീഷ് കില്ലപ്പൻ, മുനിസിപ്പൽ ഭാരവാഹികളായ രഞ്ജിത്ത് സ്രാമ്പിക്കൽ, യദുകൃഷ്ണ കിഴൂർ എന്നിവർ നേതൃത്വം നൽകി. ജിംനേഷ്യത്തിൽ ഈ നേരമായിട്ടും ഒരുപാട് വീട്ടമ്മമാരും കുട്ടികളൊക്കെ മിനി ജിംനേഷ്യത്തിൽ വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കൂരി ഇരുട്ടാണ് ഇവിടെ ഒരു ഒറ്റ ഹൈമാക്സ് ലൈറ്റ് വെച്ച് അതിൻ്റെ ഫ്രണ്ട് മുഴുവൻ കാണാൻ പറ്റുന്നതാണ്. ഒരു ഹൈമാക്സ് ലൈറ്റ് വെച്ച് അതിന് പകരം ഇവിടെ ഒരുപാട് പൊന്തക്കാടുകളും കൂടാതെ ഇവിടെയൊക്കെ എത്രയോ മനോഹരമായി നല്ല ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇതുകൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ വരുന്ന ആൾക്കാരെ വിറപ്പിച്ച് മുരടിപ്പിച്ച് ഓടിക്കുക എന്നുള്ള നയമാണ് ഇവിടുത്തെ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും അതുമാതിരി ഇവിടുത്തെ കേരളം ഭരിക്കുന്ന. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ഗ്രാമീണ വായനശാല മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ വായനശാലയിൽ വെച്ച് നടത്തിയ പുസ്തക പ്രദർശനം ഗ്രന്ഥശാല സംഘം താലൂക്ക് കൌൺസിലർ ഡെന്നിസ് മങ്ങാട് ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക KS ഫെമിത അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ സെൽമ കൊച്ചു മാത്യു പുസ്തക പരിചയം നടത്തി. അധ്യാപകരായ ഷെർലി P ഉക്രു, സാംസി സക്കറിയ, മറീന തോമസ്, അലൻ സുനീഷ്, വായനശാല സെക്രട്ടറി TG മോഹൻദാസ്, അനിജ എന്നിവർ സംസാരിച്ചു. സൗമ്യ സൈമൺ, വിൻസി ബെന്നി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ വിദ്യാർത്ഥികൾ ശേഖരിച്ച പുസ്തകങ്ങൾ വായനശാല ഭാരവാഹികൾക്ക് കൈമാറി.
ചാലശ്ശേരി പൗർണമി വായനശാലയിൽ വായനാ പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു. സാഹിത്യകാരി ലത അതിയാരത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വി സന്ധ്യ അധ്യക്ഷയായി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ, OV വിജയൻ, K ദാമോദരൻ, വൈക്കം മുഹമ്മദ് ബഷീർ, IV ദാസ് എന്നിവരെ അനുസ്മരിച്ചു. കഥാവായന, കവിതാ പാരായണം, റീഡിംഗ് തിയേറ്റർ, ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യുവജനവേദി കൺവീനർ KR കാവ്യ സ്വാഗതവും ബാലവേദി മെന്റർ അനാമിക നന്ദിയും പറഞ്ഞു. സുജിത, നിമേഷ്, ഋതുദേവ്, ഗായത്രി, അഭിനന്ദ്, വിനയ്, KK പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷന്റെ 713ാമത് പ്രോഗ്രാം തൃശൂർ സദ്ഗമയ അവതരിപ്പിക്കുന്ന സൈറൺ എന്ന നാടകത്തിന്റെ അവതരണം ജൂലൈ 24 വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 6:45 മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നാടകാവതരണം. സമീപകാലത്ത് അന്തരിച്ച കലാകാരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷമാണ് നാടകാവതരണം നടക്കുക. ചരമം. നെല്ലുവായ് ചെറുപറമ്പിൽ അച്യുതൻ മകൻ വിനയൻ നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. താത്രിയാട്ട് കൈരളി ഭാര്യയും ശ്രീനാഥ്, ശ്രീകാന്ത്, ശ്രീരാഗ് എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.